Hi everyone, welcome back to my channel. This is Nipam Praveen, your soft skill trainer and career coach. Welcome to another episode of 100 Days 100 Thoughts Challenge. ഇന്ന് എനിക്ക് മൈൻഡിൽ വന്നിട്ടുള്ള തോട്ട് എന്താണെന്ന് വെച്ചാൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കരിയർ ഗൈഡൻസ് ആൻഡ് അഡ്മിഷൻ ഗൈഡൻസ്. പലപ്പോഴും കുട്ടികളും പാരൻസും ഒക്കെ ഇത് രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത് രണ്ടും രണ്ടാണ്. ഞാൻ ആദ്യം എന്താണ് ഈ കരിയർ ഗൈഡൻസ് എന്നതിനെ പറ്റി പറയാം. നമ്മളിപ്പോൾ ഒരു കരിയറിൽ അതിൽ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, അതുപോലെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ നോക്കിയിട്ട് ഏത് സ്ട്രീം അല്ലെങ്കിൽ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് കരിയർ ഗൈഡൻസ്. അതായത് വാട്ട് ഷുഡ് ഐ ബിക്കം, ഞാൻ എന്താവണം, എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് കരിയർ ഗൈഡൻസ്. ഇനി അഡ്മിഷൻ ഗൈഡൻസിലേക്ക് വരുമ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് എവിടെ പഠിക്കണം, വേർ ഷുഡ് ഐ ജോയിൻ, അതിനെയാണ് നമ്മൾ അഡ്മിഷൻ ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്മിഷൻ ഗൈഡൻസ് ആണ് ചില ആൾക്കാർ ആദ്യം പോയി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇതെനിക്ക് പറ്റുന്നില്ല, ഞാൻ ക്വിറ്റ് ചെയ്യുകയാണെന്നൊക്കെ ഉള്ള പ്രോബ്ലം വരുന്നത്. സോ അഡ്മിഷൻ ഗൈഡൻസ് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഏത് കോഴ്സാണ് എൻ്റെ കപ്പാസിറ്റിക്കും എൻ്റെ ഇൻട്രസ്റ്റിനും ആപ്റ്റിറ്റ്യൂഡിനൊക്കെ അനുസരിച്ചിട്ട് പഠിക്കേണ്ടതെന്നുള്ള ആദ്യം ഡിസൈഡ് ചെയ്യുക. അതിനുശേഷം ഈ എവിടെ പഠിക്കണമെന്ന് തീരുമാനിക്കുക. അബ്രോഡ് പോയി പഠിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. സോ നിങ്ങൾ അതിന് മുന്നായിട്ട് എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുക. അതിനുശേഷം എവിടെ പഠിക്കണം എന്നുള്ളതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്, കോളേജ് ഫീസ് സ്ട്രക്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്, അഡ്മിഷൻ ഗൈഡൻസിൽ വരുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇസ് കരിയർ ഗൈഡൻസ് ആൻഡ് എവിടെ പഠിക്കണമെന്ന് തീരുമാനിക്കുന്ന പ്രോസസ്സാണ് അഡ്മിഷൻ ഗൈഡൻസ്. സോ രണ്ടും കൂടി മിക്സ് ചെയ്യേണ്ട. ആദ്യം കരിയർ ഏതാണെന്ന് ചൂസ് ചെയ്തതിന് ശേഷം അഡ്മിഷൻ എടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ നിപ്പം പ്രവീൺ സൈനിങ് ഓഫ് ആൻഡ് ബൈ ബൈ.